അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തേനീച്ച കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് എനിക്ക് റബ്ബർ ബോർഡിൻ്റെ ഇതിൽ ഒരു ദിവസത്തെ എനിക്കൊരു ട്രെയിനിങ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാനൊരു 2-3 പാർട്ടായിട്ട് ആണ് ഇടുന്നത്. കാര്യം ഇത് കുറച്ച് നീട്ടമുള്ളതാണ്. അപ്പോൾ അത് 2-3 പാർട്ടായിട്ട് ആണ് ഞാൻ ഇടുന്നത്. അപ്പം ഞാനതിനെക്കുറിച്ച് പറഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ഒരു പെട്ടി അല്ലെങ്കിൽ ഒരു 2 പെട്ടിയെങ്കിലും നമ്മൾ തേനീച്ച പെട്ടി എന്ന് പറഞ്ഞാൽ ഒരു കോളനിയാണ്. ഒരു പെട്ടിയെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോളനി എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു 2 കോളനിയൊക്കെ നമുക്ക് അത്യാവശ്യം എല്ലാ വീടുകളിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾക്കുള്ള തേനെങ്കിലും നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. പിന്നെ അതുകൊണ്ട് വളരെ ഗുണങ്ങളുണ്ട് നമുക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മറ്റ് വിളകൾക്ക് ഈ തേനീച്ച വളരെ ഉപകാരമാണ്. കാര്യം അതിൻ്റെ പരാഗണം നടത്തുന്നതിനും മറ്റുമൊക്കെ തേനീച്ച വളരെ നല്ലൊരു പങ്കാണ് വഹിക്കുന്നത്. തെങ്ങിനായാലും പച്ചക്കറി വിളകൾക്കായാലും ഒക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ പരാഗണം നടത്തുന്നതിന് തേനീച്ച സഹായിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ വിളകൾ വർദ്ധിക്കും. അപ്പോൾ അതിന് ഉതകുന്നതാണ് ഈ തേനീച്ച കൃഷി. അപ്പം അതിൻ്റെ ഭാഗങ്ങളാണ് ഞാനിന്ന് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. എനിക്ക് ക്ലാസ് നൽകിയത് ഗോപൻ സാറാണ്. വളരെ കാലമായിട്ട് തേനീച്ച കൃഷി ചെയ്യുന്ന വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ തേനീച്ച കൃഷി ചെയ്യുന്ന വ്യക്തിയാണ് ഈ ഗോപൻ സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളാണ് ഞാനിന്നതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടാൻ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങളിതൊന്ന് ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം. 5 തരം തേനീച്ചകൾ കണ്ടാണ് നമ്മുടെ എപ്പിസ് ഡോർസാറ്റ എന്ന് പറയുന്ന കാട്ടുതേനീച്ച. അതാണെങ്കിൽ നമ്മളെവിടെയുള്ള വലിയ മരങ്ങളിലും അതുപോലെ തന്നെ വലിയ കെട്ടിടങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കും. പിന്നെ 2-3 നിലയുള്ള വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ അർത്ഥവൃത്താകൃതിയിൽ ഒരട മാത്രം കെട്ടി കുറച്ച് കഴിയുമ്പോൾ ആ തേനൊക്കെ അവിടെ വെച്ചിട്ട് തേൻ കുഞ്ഞുങ്ങളെയൊക്കെ വിരിപ്പിച്ച് തേനിൻ്റെ സമയം കഴിയുമ്പോൾ അത് കുടിക്കും. അപ്പോൾ അതിനെ നമുക്ക് ശാസ്ത്രീയമായി വളർത്താൻ പറ്റുന്ന തേനീച്ചയല്ല. പിന്നെ നമ്മളെല്ലാം കാണപ്പെടുന്ന നമ്മുടെ ഈ ഒട്ടുമാവിൻ്റെ കമ്പുകളിലൊക്കെ കൊടുക്കുന്ന ചെറിയ കുറ്റിച്ചെടികളിലൊക്കെ കൊടുക്കുന്ന എപ്പിസ്പോറിയ എന്ന് പറയുന്ന കൊമ്പ് തേനീച്ച അല്ലെങ്കിൽ കോഴി തേനീച്ച. ഇത് കാണപ്പെടുന്നത് ഈ റബ്ബറിൻ്റെ സീസണിലാണ് ഇത് കാണപ്പെടുന്നത്. റബ്ബറിൻ്റെ സീസൺ കഴിയുമ്പോൾ ഇത് ആ ഒരു അട അവിടെ വീഴ്ചിട്ട് അത് പറഞ്ഞു. പിന്നെ നമ്മുടെ റബ്ബർ ബോർഡും അതുപോലെ തന്നെ ഖാദി ബോർഡ്, ഹോർട്ടികോർപ്പ് എല്ലാം ശുപാർശ ചെയ്യുന്ന കാർഷിക സർവകലാശാലയും ശുപാർശ ചെയ്യുന്ന എപ്പിസറാന ഇൻഡിക്ക എന്ന് പറയുന്ന ഇന്ത്യൻ തേനീച്ചയാണ് കേരളത്തിൽ വ്യാപകമായിട്ട് വളർത്തുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ പഠിക്കാനുള്ളത്. അതാണ് ഏകദേശം എല്ലാ ബീ കീപ്പേഴ്സും കേരളമായിരുന്നാലും കർണാടകയായിരുന്നാലും തമിഴ്നാടായിരുന്നാലും കൂടുതൽ വളർത്തുന്നത്. ഈ തേനീച്ചയെ വളർത്താതെ മറ്റ് കുറച്ചുകൂടി തേൻ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു 200 കിലോ വരെയൊക്കെ തേൻ കിട്ടുന്ന എപ്പിസ് വെള്ളിപ്ര എന്ന തേനീച്ച അതിനെ കൂടുതലും വളർത്തുന്നത് പഞ്ചാബ്, ഹരിയാന, കാശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. വലിയ ബീ കീപ്പേഴ്സാണ് വളർത്തുന്നത്. അതെന്ന് പറഞ്ഞാൽ 1000 പെട്ടി എന്നൊക്കെ ഒരു പെട്ടിക്ക് 11,000 രൂപ വില വരും. ഇപ്പം നമ്മുടെ പെട്ടിക്ക് 1200 രൂപ വില വരുമ്പോൾ ഒരു പെട്ടിക്ക് 11,000 രൂപ വരും. അതിൻ്റെ ഒരു ക്വീൻ്റെ ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു റാണിയുടെ വില എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപ. അപ്പം അത്രയ്ക്ക് വിലയുള്ള തേനീച്ച. ഇവിടെ നമ്മളെ കേരളത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഗ്രോസ് ഓറിയൻ്റ് എന്ന് പറയുന്ന കിളിയും കടന്തലും പിടിക്കും, മൈറ്റിൻ്റെ അസുഖമുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു 4 തരം തേനീച്ചകളായി. ഒന്ന് എപ്പിസ് ഡോർസാറ്റ എന്ന് പറയുന്ന കാട്ടു തേനീച്ച, പെരുതേനീച്ച. 2 എപ്പിസ്പോറിയ എന്ന് പറയുന്ന കൊമ്പ് തേനീച്ച. 3 എപ്പിസറാന ഇൻഡിക്ക എന്ന് പറയുന്ന ഇന്ത്യൻ തേനീച്ച. 4ാമതായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ വെള്ളിപ്ര എന്ന് പറയുന്ന ഇറ്റാലിയൻ തേനീച്ച. ഇനി 5ാമതുള്ള തേനീച്ച എന്ന് പറയുന്നത് നമ്മളെ വീടുകളിലൊക്കെ വന്ന് കൂടിയിരിക്കുന്ന നമ്മളെ മീറ്റർ ബോർഡിലൊക്കെ വളരെ കുത്താനുള്ള വിഷസൂചി ഇല്ലാത്ത കടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള തേനീച്ചയാണ് സ്റ്റിംഗ്ലെസ് ബി എന്ന് പറയുന്ന ഇന്ത്യൻ തേനീച്ച. 5 തരം തേനീച്ചകളെ കേരളത്തിൽ കാണപ്പെടുന്നു. 3 തരം തേനീച്ചകളെയാണ് നമുക്ക് മെരുക്കി വളർത്താനായിട്ടുള്ളത്. മെരുക്കി വളർത്താൻ പറ്റുന്ന തേനീച്ചകൾ എന്ന് പറയുന്നത് ഒന്ന് എപ്പിസറാന ഇൻഡിക്ക എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്ന തേനീച്ച. 2 സ്റ്റിംഗ്ലെസ് ബി എന്ന് പറയുന്നത് ചെറു തേനീച്ച.
3 എഫിസ് മെല്ലിഫ്ര എന്ന് പറയുന്ന ഇറ്റാലിയൻ തേനീച്ച. ഈ 3 തേനീച്ചകളെയാണ് മെരിക്ക് വളർത്താനായിട്ട് കഴിയുന്നത്. അതിൽ മനുഷ്യന് ഏറ്റവും പ്രയോജനമുള്ള തേനീച്ച എന്ന് പറയുന്നത് എപ്പിസ് സെറാന ഇൻഡിക്ക എന്ന ശാസ്ത്രനാമമുള്ള ഇന്ത്യൻ തേനീച്ച. അതിനാണ് നമ്മൾ വൈകുന്നേരം വാങ്ങിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ എത്ര ഇനം തേനീച്ചകളുണ്ടെന്നും അതിൽ നമുക്ക് വളർത്താൻ പറ്റിയ തേനീച്ചകൾ ഏതൊക്കെയാണെന്നും ഒക്കെ ഉള്ള വിവരങ്ങളാണ് നമ്മളിന്ന് മനസ്സിലാക്കിയത്. പിന്നെ ഇതിൻ്റെ ബാക്കി കൂടിൻ്റെ രീതികളും അത് കൂട്ടിൽ നിന്നും തേനീച്ചകളെ എടുക്കുന്ന രീതികളും തേനീച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത തുടർ വീഡിയോകളിൽ വരുന്നതാണ്. അപ്പം നിങ്ങൾ ഇത് എല്ലാവരും കാണുക, കണ്ട് മനസ്സിലാക്കുക, തുടർന്നുള്ള വീഡിയോകൾ കണ്ട് ബാക്കി കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക.